മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാര്യയാണ് ബഹുമാനപ്പെട്ട ബീവി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഒരുപാട് വിശേഷണങ്ങൾ ഖദീജ ബീവിയെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി, സ്ത്രീകളിൽ വെച്ച് ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചവരായിരുന്നു. മാത്രമല്ല, കൈ മറന്നുകൊണ്ട് ജനങ്ങളെ ദീനിനെയും എത്രയും സഹായിക്കുന്നവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, പുരുഷന്മാരിൽ നിരവധി പേര് ഇസ്ലാം പൂർണ്ണത കൈവരിച്ചിട്ടുണ്ട്, എന്നാൽ സ്ത്രീകളിൽ നിന്ന് 4 പേര് മാത്രമാണ് പൂർണ്ണത നേടിയവർ. ഒന്ന് ഇമ്രാന്റെ മകൾ മറിയമും, ഫിർഔനിന്റെ ഭാര്യ ആസിയും, ഖുവൈലിദിന്റെ മകൾ ഖദീജയും, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയുമാണ്. ഖദീജ ബീവി റളിയല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെക്കാൾ ശ്രേഷ്ഠത നൽകിയിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മരിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു വിവാഹവും കഴിച്ചിട്ടില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളിൽ ഇബ്രാഹിം എന്നിവരല്ലാത്ത എല്ലാവരും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ് ജന്മം കൊടുത്തത്. ഖുറൈശികളിൽ സ്ത്രീകളിൽ വലിയ ധനാഢ്യവും പ്രതാപിയുമായിരുന്നു ബഹുമാനപ്പെട്ട ബീവി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ബഹുമാനപ്പെട്ട മഹദിയുടെ ഉപ്പ അസദിന്റെ മകൻ ഖുവൈലിദ്, മാതാവ് സായിദയുടെ മകൾ ഫാത്തിമയുമാണ്. മഹദിയുടെ ജനനം ഹിജറക്ക് മുമ്പ് 68 വർഷം മുമ്പായിരുന്നു. വിവാഹം ഹിജറക്ക് 28 വർഷം മുമ്പ് മക്കയിൽ 2 തവണ ദാമ്പത്യം അനുഭവിച്ചു 2 മക്കളുടെ മാതാവായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മക്കയിലെ ഉന്നത കുലജാതിയും മഹിളാ രത്നവും വർത്തകരംഗത്തെ പ്രഗത്ഭരുമായിരുന്നു അവർ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭർത്താവായി ലഭിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അംഗീകരിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. മഹറായിക്കൊണ്ട് 20 ഒട്ടകവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുകയുണ്ടായി. 25 വർഷക്കാലമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ ബീബി റളിയല്ലാഹു അൻഹയും ഒന്നിച്ച് ജീവിച്ചത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉണ്ടായ സന്താനങ്ങൾ സൈനബ്, ഖാസിം, റുഖിയ, ഉമ്മു കുൽസൂം, ഫാത്തിമ, അബ്ദുള്ള എന്നിവരാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ മക്കള്. മുൻ ഭർത്താക്കന്മാര്: 1 അബൂ ഹാല, 2 അതീഖ് ഇബ്നു ആബിദ് അൽ മഖ്സൂം. 65 വയസ്സ് മാത്രമായിരുന്നു ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വഫാത്താകുന്ന സമയത്ത് പ്രായം. മരണം നുബുവത്തിന്റെ 10ാം വർഷം മക്കയിൽ വെച്ച്. ഇപ്പോൾ മഖബറ സ്ഥിതി ചെയ്യുന്നത് ഹുജൂൻ ജന്നത്തുൽ മുഅല്ലയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദിയോടൊപ്പം നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു തരട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ പടച്ച റബ്ബ് പൊരുത്തപ്പെട്ട് തരുന്ന അനുഗ്രഹിക്കുമാറാവട്ടെ.